ഹായ് ഡിയോസ്, STD3 മലയാളം കവിത വാർമഴവില്ലേ. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ വീഡിയോസും STD3 എന്നുള്ള പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. വാർമഴവില്ലേ, വാർമഴവില്ലേ വന്നാലും വാനിൻ മടിയിലിരുന്നാലും കൺകുളിരുന്നു കാണുമ്പോൾ കരൾ നോവുന്നു മായുമ്പോൾ ആരു നിനക്കീ നിറമേകി ആരു നിനക്കീ നില നൽകി എന്നെ കൂടി വിളിക്കാമോ നിന്നുടെ അരികെ ഇരുത്താമോ താഴത്തേക്കു വരുന്നില്ലേ തന്നെ ഇരുന്നാൽ മുഷിയില്ലേ ആരു നിനക്കൊരു കഥ പറയാൻ ആരുണ്ടവിടെയൊരുമ്മ തരാൻ വന്നു കളിപ്പാൻ കൊതി തോന്നും നിന്നുടെ കൂടെ ഇവനെന്നും വാർമഴവില്ലേ മായല്ലേ അഴകിൻ തെല്ലേ പോവല്ലേ. ആരെഴുതിയതാണ്? G. ശങ്കരക്കുറുപ്പ്. ഇനി നമുക്ക് കവിതയുടെ ആശയം നോക്കാം. G. ശങ്കരക്കുറുപ്പിൻ്റെ കവിതയാണ് വാർമഴവില്ലേ. ഒരു കുട്ടി മഴവില്ലിനോട് സംസാരിക്കുന്നതാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. മഴവില്ലിനോട് വന്ന് ആകാശത്തിൻ്റെ മടിയിലിരിക്കാനാണ് കുട്ടി പറയുന്നത്. നിന്നെ കാണുമ്പോൾ എൻ്റെ കൺകുളിർക്കുകയും കാണാതിരിക്കുമ്പോൾ കരൾ നോവുകയും ചെയ്യുന്നു എന്നാണ് കുട്ടി പറയുന്നത്. അതായത് മഴവില്ലിനെ കാണുമ്പോൾ കുട്ടിക്ക് സന്തോഷവും മഴവില്ല് മായുമ്പോൾ സങ്കടവുമാണ് ഉണ്ടാവുന്നത്. ശേഷം കുട്ടി മഴവില്ലിനോട് ആരാണ് നിനക്ക് നിറം നൽകിയതെന്നും ആരാണ് നിനക്ക് ഭംഗി നൽകിയതെന്നും ചോദിക്കുന്നു. എന്നെ വിളിച്ച് നിൻ്റെ കൂടെ ആ മാനത്തിരുത്താൻ കഴിയുമോ എന്നും കുട്ടി ചോദിക്കുന്നു. നിനക്ക് താഴേക്ക് വന്നൂടെ, ആകാശത്ത് തന്നെ ഇരുന്നാൽ നിനക്ക് മുഷിയില്ലേ, അവിടെ കഥ പറഞ്ഞു തരാനും ഉമ്മ നൽകി സന്തോഷിപ്പിക്കാനും ആരുമില്ലല്ലോ തുടങ്ങിയ കുട്ടിയുടെ സംശയങ്ങളാണ് പിന്നീട് ചോദിക്കുന്നത്. നിൻ്റെ കൂടെ കളിക്കാൻ എനിക്ക് കൊതിയാവുന്നുണ്ട് എന്നും നീ മാഞ്ഞു പോവല്ലേ എന്നും കുട്ടി പിന്നീട് മഴവില്ലിനോട് പറയുന്നു. കുട്ടിയുടെ ചോദ്യങ്ങൾ. കുട്ടി മഴവില്ലിനോട് ഏറെ സംശയങ്ങൾ ചോദിക്കുന്നില്ലേ? എന്തൊക്കെയാണവ? നിനക്ക് ആരാണ് നിറം നൽകിയത്? വേറെ ഏതാ ചോദിക്കുന്നത് കുട്ടി? നിനക്ക് ആരാണ് ഈ നില നൽകിയത്? അതായത് ഭംഗി നൽകിയത് ആരാണ്? എന്നെ വിളിച്ച് നിൻ്റെ കൂടെ ഇരുത്താമോ? നീ താഴേക്ക് വരുന്നില്ലേ? ആകാശത്ത് തന്നെ ഇരുന്നാൽ നിനക്ക് മടുപ്പാവില്ലേ? നിനക്കവിടെ കഥ പറഞ്ഞു തരാൻ ആരാണുള്ളത്? നിനക്ക് ഉമ്മ നൽകാൻ അവിടെ ആരാണുള്ളത്? അടുത്ത ചോദ്യം നോക്കാം. കണ്ടെത്തുക. മഴവില്ല് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു, മായുമ്പോൾ വിഷമം തോന്നുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികളേത്? കൺകുളിരുന്നു കാണുമ്പോൾ കരൾ നോവുന്നു മറയുമ്പോൾ. കുട്ടിക്ക് മഴവില്ലിനോടൊപ്പം പോകണമെന്ന ആഗ്രഹം സൂചിപ്പിക്കുന്ന വരികൾ. എന്നെ കൂടി വിളിക്കാമോ നിന്നുടെ അരികെ ഇരുത്താമോ. ഇനി അടുത്തതേതാണ്? അമ്മയുടെ സ്നേഹം പ്രകടമാക്കുന്ന വരികൾ. ആരു നിനക്കൊരു കഥ പറയാൻ ആരുണ്ടവിടെയൊരുമ്മ തരാൻ. ഊഹിച്ചെഴുതാം. കുട്ടിയുടെ ചോദ്യത്തിന് മഴവില്ല് എന്തൊക്കെ ഉത്തരങ്ങളാവും പറഞ്ഞിട്ടുണ്ടാവുക? നമുക്കിതൊരു സംഭാഷണമായി എഴുതി നോക്കാം. കുട്ടി: ആരാണ് നിനക്കീ നിറം നൽകിയത്? മഴവില്ല്: ഞാൻ ജനിച്ചപ്പോൾ തന്നെ എനിക്കീ നിറമാണ്. കുട്ടി: നിനക്ക് ആരാണ് ഈ നീല നൽകിയത്? മഴവില്ല്: മഴ കാരണമാണ് എനിക്ക് ഇത്രയും ഭംഗി ലഭിച്ചത്. അവളാണ് എന്നെ സുന്ദരിയാക്കിയത്. കുട്ടി: എന്നെ വിളിച്ച് നിൻ്റെ കൂടെ ഇരുത്താമോ? മഴവില്ല്: തീർച്ചയായും, നീ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ ഇരിക്കാമല്ലോ. കുട്ടി: നീ താഴേക്ക് വരുന്നില്ലേ? മഴവില്ല്: എനിക്ക് താഴേക്ക് ഇറങ്ങാൻ കഴിയില്ല, ആകാശമാണ് എൻ്റെ വീട്. കുട്ടി: ആകാശത്ത് തന്നെ ഇരുന്നാൽ നിനക്ക് മടുപ്പാവില്ലേ? മഴവില്ല്: ഇല്ല, എനിക്കെൻ്റെ വീട് വലിയ ഇഷ്ടമാണ്. കുട്ടി: നിനക്കവിടെ കഥ പറഞ്ഞു തരാൻ ആരാണുള്ളത്? മഴവില്ല്: രാത്രിയാവുമ്പോൾ അമ്പിളിയമ്മാവനും നക്ഷത്രങ്ങളും കഥകൾ പറഞ്ഞു തരാറുണ്ടല്ലോ. കുട്ടി: നിനക്ക് ഉമ്മ നൽകാൻ അവിടെ ആരാണുള്ളത്? മഴവില്ല്: ഇളം തന്നൽ ഇടയ്ക്കിടെ എന്നെ ഉമ്മ വയ്ക്കാറുണ്ട്. എൻ്റെ പദശേഖരത്തിലേക്ക്. അഴക്, ഭംഗി, തെല്ല്, അല്പം. ഞാൻ കണ്ട മഴവില്ല്. നിങ്ങൾ മഴവില്ല് കണ്ട ദിവസം ഓർമ്മയുണ്ടോ? എവിടെ വെച്ചായിരുന്നു? എപ്പോഴായിരുന്നു? കണ്ട അനുഭവം വിവരിക്കൂ. ഒരു ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരോടൊത്ത് മൈതാനത്ത് കളിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ കളി നിർത്തി ഒരു മരത്തിന് കീഴേക്ക് മാറി നിന്നു. ആ സമയം ദൂരെയുള്ള മലയുടെ താഴെയായി മനോഹരമായൊരു മഴവില്ല് രൂപം കൊണ്ടത് ഞങ്ങൾ കണ്ടു. മഴവില്ലിൻ്റെ ചിത്രം വരച്ച് നിറം കൊടുക്കുക. ദേ കൂട്ടുകാർ, മനോഹരമായൊരു മഴവില്ലിൻ്റെ ചിത്രം ഇവിടെ വരച്ച് നിറം കൊടുത്ത് നോക്കണേ. പദങ്ങൾ കണ്ടെത്തുക. മഴ എന്ന വാക്ക് ചേർന്ന് വരുന്ന പദങ്ങൾ കണ്ടെത്താം. മഴവില്ല്, മഴക്കാറ്, മഴക്കാലം, മഴമേഘം, മഴവെള്ളം, മഴക്കോള് തുടങ്ങിയ ഒട്ടേറെ പദങ്ങളുണ്ട്. മഴവില്ല് കഥ പറയുന്നു.
ആരു നിനക്കൊരു കഥ പറയാൻ? കുട്ടി സങ്കടപ്പെടുന്നു. മഴവില്ല് കുട്ടിയോട് സ്വന്തം കഥ പറയുന്നു. ആ കഥ എന്തായിരിക്കും? എഴുതി നോക്കൂ. എൻ്റെ പേര് മഴവില്ല്. ഒരു വില്ല് പോലെ വളഞ്ഞു കാണുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഈ പേര് വന്നത്. എന്നാൽ സത്യത്തിൽ ഞാൻ വളഞ്ഞിട്ടല്ല, വട്ടത്തിലാണ് എൻ്റെ ആകൃതി. വിമാനത്തിലും മറ്റും പോകുമ്പോൾ നിങ്ങൾക്കെന്നെ വട്ടത്തിൽ തന്നെ കാണാവുന്നതാണ് കേട്ടോ. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഡൊമിനിസ് ഡെക്കാർത്തെ എന്നീ 2 മിടുക്കരായ ശാസ്ത്രജ്ഞരാണ് എന്നെ കണ്ടെത്തിയത്. എനിക്കെങ്ങനെ ഈ 7 നിറങ്ങൾ ഉണ്ടാവുന്നു എന്ന് കണ്ടെത്തിയത് മഹാനായ സർ ഐസക് ന്യൂട്ടനാണ്. അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ജലകണികകളിൽ സൂര്യപ്രകാശം തട്ടി ചിതറുമ്പോഴാണ് ഞാൻ രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ മഴയും വെയിലും ഒരുമിച്ചുള്ള ദിവസങ്ങളിൽ മാത്രമേ നിങ്ങൾക്കെന്നെ കാണാനാവൂ. ചൊല്ലി രസിക്കാം. വാർമഴവില്ലേ എന്ന കവിതയ്ക്ക് ഉചിതമായ ഈണം കണ്ടെത്തി സംഘമായും ഒറ്റയ്ക്കും ചൊല്ലുക. കൂട്ടുകാർ നല്ല ഈണത്തിൽ ചൊല്ലി നോക്കണേ. പറയാം, എഴുതാം. കൺകുളിരുന്നു കാണുമ്പോൾ, കരൾ നോവുന്നു മായുമ്പോൾ. കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകൾ എന്തൊക്കെയാവാം? ഹായ്, എന്തൊരു ഭംഗിയാണ് ഈ മഴവില്ലിനെ കാണാൻ. 7 നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മഴവില്ല് കാണുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നുന്നു. പക്ഷേ കുറച്ച് സമയത്തേക്ക് മാത്രമാണല്ലോ മഴവില്ലിനെ ഇങ്ങനെ കാണാനാവുന്നുള്ളൂ. എങ്ങോട്ടാണ് അപ്പോഴേക്കും മഴവില്ല് മായുന്നത്? എന്നും ഇതുപോലെ മഴവില്ലിനെ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഇത്രയുമാണ് വാർമഴവില്ല് എന്ന പാഠഭാഗത്തിൽ കൂട്ടുകാർക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട എല്ലാ വീഡിയോകളും STD3 എന്നുള്ള പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, കണ്ടു നോക്കുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്